ദക്ഷിണ ചൈന കടലിൽ ചൈന നടത്തുന്ന സൈനിക വിപുലീകരണം ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്നത്. തർക്കപ്രദേശമായ പാരസൽ ദ്വീപ സമൂഹത്തിലെ ആന്റിലോപ്പ് റീഫിന് സമീപമുള്ള യാങ്കോങ് ദ്വീപിൽ ചൈന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും സൈനിക ഇൻസ്റ്റലേഷനുകളും പൂർത്തിയാക്കിയതായി അന്താരാഷ്ട്ര നിരീക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ നീക്കം മേഖലയിലെ നിലവിലുള്ള തന്ത്രപരമായ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. പുതുതായി പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിശ്വസിക്കുന്നത് ഈ പുതിയ ഇൻസ്റ്റലേഷനുകൾ ഒരു ഏർലി വാർണിംഗ് റഡാർ സ്റ്റേഷനായി പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണെന്നാണ്. മേഖലയിൽ വൻതോതിൽ പുരോഗമിക്കുന്ന ചൈനയുടെ ഏറ്റവും വലിയ സൈനിക താവളത്തിന് ആകാശത്തു നിന്നും കടലിൽ നിന്നുമുള്ള ഭീഷണികളെ മുൻകൂട്ടി അറിയിക്കാനും പ്രതിരോധ നിര ശക്തിപ്പെടുത്താനും ഈ റഡാർ കേന്ദ്രം സഹായിക്കും. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളും ചൈനയും തമ്മിൽ വാക്പോരും തന്ത്രപരമായ സംഘർഷങ്ങളും രൂക്ഷമായി നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഈ പുതിയ വികസനം സംഭവിക്കുന്നത്. തായ്വാന് ചുറ്റുമുള്ള ചൈനീസ് സൈനിക നീക്കങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ദക്ഷിണ ചൈന കടലിൽ ഇത്തരം റഡാർ സംവിധാനങ്ങളും താവളങ്ങളും സ്ഥാപിക്കുന്നത് പെന്റഗണിന്റെയും സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. മേഖലയിലെ പരമാധികാരത്തെ ചൊല്ലി ദീർഘകാലമായി കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് പാരസൽ ദ്വീപ സമൂഹം. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ എന്നീ അയൽ രാജ്യങ്ങളിൽ ഈ പ്രദേശത്തിനു മേൽ കൃത്യമായ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. യാങ്കോങ് ദ്വീപിലെ പുതിയ ഇൻസ്റ്റലേഷനുകൾ കേവലം ഒരു നിരീക്ഷണ കേന്ദ്രം മാത്രമല്ല, മറിച്ച് വരും നാളുകളിൽ മറ്റ് അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള അടിത്തറയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഈ ദ്വീപുകളിൽ സ്ഥിരമായ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുന്നതിലൂടെ ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ലക്ഷ്യം. ചൈനീസ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ പ്രകാരം ഈ ദ്വീപുകളിൽ നിർമ്മിച്ചിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം കേവലം സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളവ മാത്രമാണ്. കാലാവസ്ഥാ നിരീക്ഷണം, സമുദ്ര ഗവേഷണം, പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സുരക്ഷാ സേവനങ്ങൾ, സമുദ്ര ഗതാഗത സഹായങ്ങൾ എന്നിവയ്ക്കാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ബീജിംഗ് ആവർത്തിച്ചു വാദിക്കുന്നത്. മേഖലാ സുരക്ഷാ വിദഗ്ധരും റഡാർ സാങ്കേതിക വിദ്യ വിലയിരുത്തുന്ന തന്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ സൈനിക അജണ്ടകളുണ്ടെന്നാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ സാമ്പത്തിക സമുദ്രപാതകളിൽ ഒന്നാണ് ദക്ഷിണ ചൈന കടൽ. പ്രതിവർഷം ട്രില്യൺ കണക്കിന് ഡോളറിന്റെ അന്താരാഷ്ട്ര വ്യാപാരവും വൻതോതിലുള്ള ഇന്ധന നീക്കങ്ങളും നടക്കുന്നത് ഈ കടലിടുക്കുകളിലൂടെയാണ്. അയൽ രാജ്യങ്ങളായ ഫിലിപ്പീൻസും വിയറ്റ്നാമും ചൈനയുടെ ഇത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ശബ്ദമുയർത്തുന്നുണ്ട്. സ്വന്തം സാമ്പത്തിക മേഖലകളിലേക്ക് ചൈന നടത്തുന്ന സൈനിക കടന്നുകയറ്റങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടുത്ത ലംഘനമാണെന്ന് ഇവർ വാദിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളും തങ്ങളുടെ സഖ്യകക്ഷികളും ചൈനയുടെ ഈ നിരീക്ഷണ ശൃംഖല വിപുലീകരണത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഫ്രീഡം ഓഫ് നാവിഗേഷൻ ദൗത്യങ്ങളുടെ ഭാഗമായി US പടക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും ഈ മേഖലയിലൂടെ പതിവായി സഞ്ചരിക്കാറുണ്ട്. ദ്വീപുകളിൽ ഇത്തരം നിരീക്ഷണ കേന്ദ്രങ്ങളും റഡാറുകളും സജ്ജീകരിക്കുന്നതിലൂടെ ഒരു സമുദ്ര ഉപരോധം തീർക്കാൻ പോലും ചൈനയ്ക്ക് ഭാവിയിൽ സാധിച്ചേക്കാം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ ഏറ്റവും വലിയ കമ്പൈൻഡ് മിലിറ്ററി ബേസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ യാങ്കോങ് ദ്വീപിലെ കേന്ദ്രത്തിന് സാധിക്കും. പരിസ്ഥിതി പ്രവർത്തകരും ചൈനയുടെ ഈ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അപൂർവമായ സമുദ്രജീവികളും പവിഴപ്പുറ്റുകളും നിറഞ്ഞ ആന്റിലോപ്പ് റീഫ് പരിസരത്ത് നടത്തുന്ന കൃത്രിമ ദ്വീപ് നിർമ്മാണങ്ങളും സൈനിക ഇൻസ്റ്റലേഷനുകളും സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ചൈനയുടെ ഈ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനായി ക്വാഡ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകൾ തങ്ങളുടെ ഏകോപനം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ്. പാരസൽ ദ്വീപ സമൂഹത്തിലെ പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമായ താക്കീതാണ്. ചൈന തങ്ങളുടെ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക മേധാവിത്വം ഉറപ്പിക്കുന്നതിനുമായി ആഗോള എതിർപ്പുകളെ വകവയ്ക്കാതെ മുന്നോട്ടു പോവുകയാണ്.
വരും ദിവസങ്ങളിൽ ഈ ദ്വീപ് വികസനം അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ വലിയ നയതന്ത്ര തർക്കങ്ങൾക്കും മേഖലയിൽ കൂടുതൽ ഉരസലുകൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.